സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണല്ലോ വ്ളോഗ് ചെയ്യണത്. കാരണം എന്താ വെച്ചാൽ ഇന്നുണ്ടല്ലോ കോളേജിൽ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. കോളേജിൽ പരിപാടി എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്ക് സംശയമുണ്ട്, ഞാൻ കോളേജിൽ പഠിക്കുകയാണോ എന്നുള്ളത്. ഞാൻ സ്വയം പുകഴ്ത്തണതല്ല കേട്ടോ, കോളേജ് കാണിക്കണോണ്ടുള്ള സംശയമാണ്. അതല്ലാണ്ട് എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നണമെന്നുള്ള സംശയമല്ല. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയാണോ പഠിക്കണത്. എനിക്ക് തോന്നുന്നു നമ്മുടെ വ്ളോഗ് ചാനലിൽ കുറേ പേര് പുതിയത് വന്നിട്ടുണ്ട്. അല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യാണ്, അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കോളേജിൽ ഇന്ന് വലിയ ഫെസ്റ്റ് ഉണ്ട്, ടെക് ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഫെസ്റ്റുകൾ വരുന്ന സമയത്ത് ഇങ്ങനെ കഴിക്കാനുള്ള കുറേ സ്റ്റോൾസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തേരാപ്പാറ ഇങ്ങനെ നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോണേക്കാട്ടിന് മുന്നേ എനിക്ക് കുറച്ച് കുറച്ചല്ല കേട്ടോ. അതൊക്കെ ഉണ്ട്. ഇന്നലത്തെ ഒരു ഷൂട്ട് കഴിഞ്ഞതിൻ്റെയാണിത്. ഇവിടെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ അലങ്കോലമായിട്ട് ഇടുന്നതിന് പകരം ഷൂട്ട് കഴിയുമ്പോൾ അപ്പം ഒതുക്കി വെച്ചുകൂടെയാണ്. അതെന്താണെന്നറിയോ, ഒന്നാമത് ഞാൻ തന്നെയാണ് ഷൂട്ടിൻ്റെ സമയത്ത് ഒരു ഫോട്ടോഗ്രാഫറാണ് വരിക. അപ്പോൾ ഞാൻ ഒരു ദിവസം ഷൂട്ട് ചെയ്യണത് ഒരു 15 ഔട്ട്ഫിറ്റ് വരെ, 10 to 15 ഔട്ട്ഫിറ്റ്. അത് ഡിപ്പെൻഡ് ചെയ്യും. സാരിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 10 സാരി, 12 സാരി അങ്ങനെ, പിന്നെ ബാക്കി മറ്റേ കാഷ്വൽ ഔട്ട്ഫിറ്റ്, അങ്ങനെ ഒരു 15 അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓരോന്ന് ഒതുക്കി വെച്ച് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് സമയം കിട്ടില്ല ഈ 15 ഔട്ട്ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പൈസ എടുത്തിട്ടല്ലേ ഫോട്ടോഗ്രാഫറിനെ ഇതാക്കണത്. അപ്പോൾ എനിക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ അതാണ് നമ്മൾ ഇൻസ്റ്റയിൽ ഫോട്ടോ ആയിട്ട് ഇടുന്നത്. ഒറ്റയ്ക്ക് എടുക്കണതും ഉണ്ട്, പക്ഷെ എന്നാലും ഒറ്റയ്ക്ക് എടുക്കണ ഫോട്ടോസൊന്നും അത്ര നന്നാവാറില്ല. പിന്നെ ചെറുത്, അതായത് ചിലപ്പോൾ എനിക്ക് ഒട്ടും പറ്റാത്ത കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കണമെങ്കിൽ എൻ്റെ ക്യാമറയിൽ തന്നെ ആളെ കൊണ്ട് ഞാൻ ചിലപ്പോൾ വീഡിയോ എടുപ്പിക്കും. പക്ഷെ വളരെ റെയർ, കൂടുതലും ഫോട്ടോസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിന് തലേ ദിവസം ഭയങ്കര ഒതുക്കി പൊറുക്കിയൊക്കെ ഇതെല്ലാം നല്ല ഭംഗിയിൽ ഈ കട്ടിൽ കറക്റ്റ് ഔട്ട്ഫിറ്റായിട്ട് എടുത്തു വെച്ചിരുന്ന കേട്ടോ. അതിനുശേഷം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഷൂട്ട് ഓരോ ഔട്ട്ഫിറ്റ് കഴിയുമ്പോഴും എടുത്തെറിയും, എന്നിട്ട് അടുത്തെടുത്തിടും, പിന്നെ അതൊന്നും അറിയാം. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു അസിസ്റ്റന്റ് പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് മടക്കി വെച്ച് അടുത്ത ഔട്ട്ഫിറ്റ് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. ഈ കട്ടിൽ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. സ്റ്റോറേജുള്ള കട്ടിലാണ് കണ്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കാം, എന്നിട്ട് ഇത് അടയ്ക്കാം. ഇതും തുറക്കാൻ പറ്റണം കേട്ടോ. ഇതിനുള്ളിലും കുറച്ചുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ട് എടുത്താണ്. മെയിനായിട്ട് വിഷുവിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടാണ് ചെയ്തിട്ടുള്ള. അങ്ങനെ അപ്പോൾ നമുക്ക് ഇന്ന് ഫെസ്റ്റിന് പോണായിരിക്കും ഞാൻ കാണിക്കാം കേട്ടോ. നല്ല രസമാണ് അത് കാണാനായിട്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ടല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒന്ന് ഒതുക്കട്ടെ, എന്നിട്ട് നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാമ്പസിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇവിടെ കുറേ സ്റ്റോൾസും കാര്യങ്ങളുണ്ട്. എല്ലാ പരിപാടിയുടെ സമയത്തും, അത് എന്ത് ടെക് ഫെസ്റ്റ് ആണെങ്കിലും സ്പോർട്സ് ഡേയുടെ സമയമാണെങ്കിലും അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടാവുമല്ലോ. ആ സമയത്തൊക്കെ ഈ ലൈക്ക് ക്യാമ്പസിൻ്റെ മെയിൻ കോളേജിന് ഫ്രണ്ടിലായിട്ട് ഇങ്ങനത്തെ കുറേ സ്റ്റോളുകൾ വരും കേട്ടോ. അപ്പോൾ വർഷത്തിലൊരു 4-5 പരിപാടിയെങ്കിലും ഉണ്ടാവും. പിന്നെ DJനായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് വന്നിങ്ങനെ നോക്കി ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും. പിന്നെ ഇതാ ഇവിടെ ഒരു സ്റ്റേജ് പോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഡാൻസ്, പാട്ട്, അങ്ങനെ കുറേ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ പാനിപ്പൂരി കഴിക്കാറുണ്ട്. പിന്നെ ഇങ്ങനത്തെ ചാട്ടിൻ്റെ കുറേ സംഗതികൾ, പിന്നെ ഗോല, തണുപ്പിൻ്റെ കുറേ പലതരത്തിൽ ഐസ്ക്രീം പോലത്തെ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് എഗ് റോളാണ്. അപ്പോൾ ഇമ്മക്കുട്ടിക്ക് എഗ് റോള് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു കുറേ കാലമായാലും ഷവർമ കഴിച്ചിട്ട്, ഇവിടുത്തെ ഷവർമ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കുട്ടി പറയാം ഷവർമ ഈസ് ബാഡ് എന്ന്. പക്ഷേ ഇത് കുഴപ്പമില്ല. ഇത് ഇവിടേക്ക് കൊണ്ടുവന്ന ഫ്രഷ് ആയിട്ടുള്ള ബാച്ചാണ്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ മേടിച്ചു. പിന്നെ ഇല്ല ബേബി, അമ്മ കുറച്ച് കഴിച്ചുള്ളൂ, ഇമ്മക്കുട്ടി പറയൽ വൈറസ് ഉണ്ട്. അപ്പോൾ അത് ഒരെണ്ണം നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഷവർമ, ഇമ്മക്കുട്ടിക്ക് എഗ് റോള്, അതേപോലെ ഏട്ടനും എഗ് റോള് കേട്ടോ. അപ്പോൾ നമുക്കിത് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും നമുക്ക് കുടിക്കാനോ ഓർഡർ ചെയ്യാം. അയ്യോ, നമ്മൾ രണ്ടാളും ബ്ലാക്ക് ബ്ലൂ ജീൻസ്. ഹെൽത്തി ആണെങ്കിലും ഭയങ്കര ടേസ്റ്റിയാണ്. കുഞ്ഞുന് ഇഷ്ടമായതോടാ. അപ്പോൾ ഇവക്കുട്ടി ഒരു സ്ട്രോബെറി ജ്യൂസാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഞാൻ സാധാരണ ഒരു മുസംബി ജ്യൂസാണ് പറഞ്ഞിട്ടുള്ളത്. നോർമൽ സാധാ ജ്യൂസ്, അങ്ങനെ ഭയങ്കര ഫാൻസി ആയിട്ടൊന്നുമില്ല, ഒക്കെ ഒരു മീഡിയം ടേസ്റ്റാണ് കേട്ടോ. അതുണ്ട്. അത് ഇവിടുത്തെ ഒരുവിധ സംഗതികളല്ല വെച്ചാൽ ഗോവയിലത്തെ അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. ഇവിടുത്തെ പ്രത്യേക കുസൈൻസ് അങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ, അല്ലാണ്ട് ഇങ്ങനത്തെ സ്ട്രീറ്റ് ഫുഡ്സും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലത്തെ അത്ര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാലും
മാനേജബിളാണ്, കഴിക്കാം. പിന്നെ വയറിന് പണി കിട്ടില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ക്യാമ്പസ് ചെയ്യേണ്ട. അവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ട്. രാത്രിയാകുമ്പോൾ ഭയങ്കരമായിട്ട് കൂടും കേട്ടോ. ഇത് അവിടുത്തെ ലൈബ്രറിയാണ്. രസമില്ലേ കാണാനായിട്ട്? നല്ല വൈബാട്ടോ, നല്ല ക്ലൈമറ്റും. ഞങ്ങൾ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി ഡിന്നറൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഇതാണ് ഇവിടുത്തെ DJ പാർട്ടി. വലിയ വലിയ ബാൻഡ്സാണ് വരിക, ഇന്ത്യയിലത്തെ തന്നെ ടോപ്പ് സിംഗേഴ്സാണ് വരിക, ടോപ്പ് ബാൻഡ്സാണ്, ടോപ്പ് മ്യൂസീഷ്യൻസാണ് വരിക. ഭയങ്കര DJ ബഹളം മണിക്കൂറുകളോളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ ടൈമൊന്നും നിൽക്കാറില്ല അല്ലേ മുക്കുട്ടി? കുറച്ച് നേരമൊക്കെ നിന്ന് ഇങ്ങനെ അടിപ്പാടിയൊക്കെ നിന്ന് വരും അല്ലേ? ഇഷ്ടമാണ് മുക്കുട്ടിക്ക്. മുക്കുട്ടി കൂടെ പാടി ഡാൻസ് കളിക്കുന്നുണ്ട്. എൻ്റെ അബിക്കുട്ടിന് വേണ്ടി മേടിച്ചതാണ് കേട്ടോ, മറ്റേ പഞ്ഞി മിഠായി. അബിക്കുട്ടിനുണ്ട്, ഇമ്മക്കുട്ടിയുണ്ട്. ഇതാ ഡാൻസ് കളിച്ച് തളർന്നു. ഡാൻസ് അല്ല കേട്ടോ, ബേസിക്കലി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി കളിക്കുകയാണ്. രസമായിരുന്നു കേട്ടോ. പാട്ടൊക്കെ നല്ല, ഇത്തവണ വലിയ പോപ്പുലറായിട്ടുള്ള ആരുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ പിന്നെ ഭയങ്കര വെളിച്ചം. നമുക്ക് ഫ്രണ്ടിലേക്ക് പോയി നിൽക്കണമെങ്കിൽ നിൽക്കാം. അവിടെ പക്ഷെ കൂടുതലും പിള്ളേർ ഭയങ്കര ഡാൻസും ഒക്കെ ആയിട്ട് ആ ഒരു ഓളത്തിൽ അങ്ങനെ ഉണ്ടാവും. നമ്മൾ കൂടുതലും ബാക്കിൽ നിൽക്കും അല്ലെങ്കിൽ ഇരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്കത് എൻജോയ് ചെയ്യാനുള്ളതൊക്കെ പോയി എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഭയങ്കര ബഹളമൊക്കെ കേൾക്കുമ്പോൾ ഇല്ല, എനിക്ക് കുറച്ചുകൂടി സ്വസ്ഥമായിട്ട് സ്ഥലത്ത് പോയി ഇരുന്നാൽ മതിയെന്ന് തോന്നും. ഇമ്മക്കുട്ടിക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ വരുന്നു കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെ ഇമ്മക്കുട്ടി ഓടി കളിക്കും, ഇമ്മക്കുട്ടി അബിക്കുട്ടിനൊക്കെ കൂടി കളിക്കും. ഇടയ്ക്ക് എൽസ വരും. അങ്ങനെ രസമായിരുന്നു കേട്ടോ പരിപാടി. പിന്നെ ഫുൾ ഇങ്ങനെ ലൈറ്റും ബഹളവും ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി സെറ്റപ്പാണ്. അത് ഭയങ്കര ഒരു സൂപ്പറായിട്ടുള്ളൊരു വൈബാണ്. പിന്നെ പിള്ളേരുടെ ഉത്സാഹവും അതൊക്കെ കാണുമ്പോൾ രസമാണ് കേട്ടോ. ഹായ് സുന്ദരീസ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ വ്ളോഗ് ചെയ്യണത്. ചെറിയ ഗ്യാപ്പ് വന്നു. അപ്പോൾ ആ പാക്കിങ്ങിലാണ്. നമ്മൾ നാട്ടിൽ പോവാണ് കേട്ടോ. ഏട്ടനില്ല, നമ്മൾ മാത്രമാണ് പോണത്. ഏട്ടൻ പിന്നീട് ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ കുറച്ച് പരിപാടികളുണ്ട്. നമ്മൾ ഇന്ന് ഗോവയിൽ നിന്ന് കയറും. എന്നിട്ട് പോണ വഴിക്ക് ഷൊർണൂർ എത്തുമ്പോൾ ഇമ്മക്കുട്ടീനെ അച്ഛനും അമ്മയുടെ അടുത്ത് കൈമാറും. അപ്പോൾ അച്ഛനും അമ്മയും പാലക്കാട് നിന്ന് ഷൊർണൂർ വന്നിട്ടുണ്ടാവും. മിക്കവാറും രാവിലെ 5:30 ആവട്ടെ എത്തിണ്ടാവുക ഷൊർണൂർ. അപ്പോൾ ഇമ്മക്കുട്ടീനെ അച്ഛനും അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കണം. പിന്നെ ഞാൻ തൃശ്ശൂരെത്തി. അന്ന് തന്നെ ഞാൻ കൊച്ചിയിലേക്ക് പോട്ടെ. എനിക്ക് 2 ദിവസം കൊച്ചിയിൽ പരിപാടിയുണ്ട്. കുറച്ച് കൊളാബറേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരിട്ട് കല്യാണം ശ്രീകൃഷ്ണപുരത്താണ്, പാലക്കാട്. അപ്പോൾ കുറേ കാര്യം കേട്ടിട്ടുണ്ടാവില്ല. ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം ആ സിനിമ കണ്ടിട്ടില്ലേ? നമ്മൾ ആദ്യം പെണ്ണ് കാണാൻ വന്നപ്പോൾ അമ്മാവനൊക്കെ വന്ന സമയത്ത് ശ്രീകൃഷ്ണപുരമാണ് സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ എവിടെയോ കേട്ടുപരിചയുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു, അമ്മയും വിചാരിച്ചു. അപ്പോൾ അച്ഛൻ പറയായിരുന്നു, അതാ സിനിമയിലെ കേട്ടുപരിചയം, അല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടുള്ള പരിചയമല്ല. ശ്രീകൃഷ്ണപുരത്തല്ല ആക്ച്വലി, അവിടെ നിന്ന് പോകണം. വേറെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ഞാൻ വിചാരിക്കണേ കല്യാണ തലേദിവസം ഏർലി മോർണിംഗ് ഞാൻ കൊച്ചിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തും, പിന്നെ കല്യാണ തലേദിവസവും കല്യാണത്തിൻ്റെ അന്നും അവിടെ, എന്നിട്ട് മിക്കവാറും കല്യാണത്തിൻ്റെ അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ഗോവയ്ക്ക് തിരിച്ചെത്തും കേട്ടോ. ഇമ്മക്കുട്ടി ക്ലാസ് തുടങ്ങുമ്പോഴേക്കും 5 ദിവസം ലീവ് ആവും കേട്ടോ. April 1st വീക്ക് അവർക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ ആ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. അധികം ഔട്ട്ഫിറ്റ് ഒന്നും എടുക്കുന്നില്ല, കാരണം കൊച്ചിയിലാണ് പോകുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് താമസിക്കുക. അപ്പോൾ പിന്നെ എനിക്ക് അവളുടെ ഡ്രസ്സ് എടുത്തിടാറ്. എനിക്ക് എല്ലാം കൂടി വലിച്ചു വാരി കൊണ്ടുപോകാൻ വയ്യ. പക്ഷേ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സുണ്ട്. കല്യാണ തലേദിവസം ഇടാനുള്ളതും കല്യാണത്തിൻ്റെ ഡ്രസ്സും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ പോയതിന് ശേഷം സെറ്റാക്കുകയും ചെയ്യാം. എനിക്ക് അവിടെ പോയിട്ട് ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള 1-2 സംഗതികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. ബാക്കി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 2 ജോഡി ചെരുപ്പുണ്ട്. ചെരുപ്പ് നമുക്ക് മസ്റ്റായിട്ടുള്ളതാണ്. 2 ജോഡി വേണോ? 1 ജോഡി മതിയോ? 1 ജോഡി മതിയാവുമെന്ന് തോന്നുന്നു. വേണ്ട, 2 ജോഡി എടുക്കാം. അപ്പോൾ പിന്നെ ഇതിൽ ഫുള്ള് സ്കിൻ കെയറും മേക്കപ്പും ഉണ്ട്. ഇത് സ്റ്റിക്ക് ഓൺ ബ്രൈ ആണ്. ഇതിലെന്താണ് ഇതിൽ ഹെയറിൻ്റെ വേണ്ടിയിട്ടുള്ള സംഗതികൾ, മേക്കപ്പ് റിമൂവറൊക്കെയാണുള്ളത്. ഇത് തല തോർത്തിടുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ 2-3 ഹെയർ എക്സ്റ്റൻഷൻസ് ഉണ്ട്. ലിപ്സ്റ്റിക്കും ലിപ് ക്രയോണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെയർ സെറ്റിംഗ് സ്പ്രേ ഉണ്ട്. ഇതിൽ ജ്വല്ലറി ഉണ്ട്. ഇതിൽ പൊട്ട് അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഇത് എനിക്ക് ഉണ്ണി തന്നതാണ്. നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഫേസൊക്കെ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് വെച്ച് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊന്ന് എടുത്ത് വെക്കട്ടെ. എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോയിട്ട് വേണം എനിക്ക് ടെക് സംഗതികളൊക്കെ പാക്ക് ചെയ്യാനായിട്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം കേട്ടോ. പാക്കിംഗ് ആണ് എനിക്ക് പ്രാന്തെടുക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഔട്ട്ഫിറ്റ്സ് വെച്ചു. ഔട്ട്ഫിറ്റ്സ് സത്യം പറഞ്ഞാൽ അധികം ഇല്ല. വീട്ടിൽ പോയിട്ട് കുറച്ചും കൂടി ഇതിൽ കുത്തിക്കത്തുണ്ട്. ഔട്ട്ഫിറ്റ് എന്തായാലും ഇത്രയും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മേക്കപ്പും ജ്വല്ലറിയാണ് കൂടുതലുള്ള. ഞാൻ പറയില്ലേ കല്യാണം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അവൾക്ക് ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ചധികം സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ.
വയ്ക്കാം. ഇത്രയുണ്ട്. ഇനി ഹെയർ സ്ട്രൈറ്റ്നർ അങ്ങനത്തെ സംഗതികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം കേട്ടോ. നമ്മൾ ഫ്ലാറ്റ് നിന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ പാക്കിംഗ് ഒക്കെ എല്ലാം ആയിട്ടുണ്ട്. കുഞ്ഞു അവിടെ കുഞ്ഞിൻ്റെ പെട്ടിയും കൊണ്ട് നടക്കണം. ഇമ്മക്കുട്ടീനെ നമ്മൾ ഇവിടേക്ക് വിടാണ്, പാലക്കാട് വിടാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു പെട്ടിയിൽ ഇമ്മക്കുട്ടിയുടെ സാധനങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട്. യു ആർ ഹാപ്പി റൈറ്റ്? എന്തിനാ ഷേഡ് ആവണം? അമ്മ 3rd day ആകുമ്പോഴേക്കും വരും കേട്ടോ. അച്ഛൻ 3rd day, അമ്മ 4th day. ഓക്കെ, ഇതാണ് ഇമ്മക്കുട്ടിയുടെ പെട്ടി. അപ്പൊ ഇതില് ഇമ്മക്കുട്ടിയുടെ എല്ലാ ഔട്ട്ഫിറ്റ് എങ്ങനെയാക്കിയിട്ടില്ല നമ്മള്. വിളിച്ചില്ല അല്ലേ? അടിപൊളിയായിട്ട് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണുള്ളത്? അതിൽ തന്നെ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 ജോഡി വെച്ചിട്ടുണ്ട്. കല്യാണത്തിന് ഇടാനുള്ള ഔട്ട്ഫിറ്റ്. ടാബില് ടാബ് ചാർജ് ചെയ്യാൻ വെച്ചാ ഒന്ന് നോക്കി നോക്കൂ. ടാബ് വെച്ചില്ല ഇമ്മക്കുട്ടിക്ക്. ഒരു ടാബുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കേട്ടോ. മേക്കപ്പ് എല്ലാം താഴേക്ക് പോയിട്ടുണ്ട്. ഇതിലാണ് കേട്ടോ അണ്ടർഗാർമെന്റ്സ്. ഇങ്ങനത്തെ കുറച്ച് കോട്ടൺ പൗച്ചുകൾ ഉണ്ടാവും. അത് ഞാൻ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. മുഷിഞ്ഞ തുണികളൊക്കെ അതിലിടാൻ വേണ്ടിയിട്ട്. ഇതിൽ ഫുള്ള് അണ്ടർഗാർമെന്റ്സ്, ചെരുപ്പൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഗാഡ്ജറ്റ് ബാഗാണിത്. ഗാഡ്ജറ്റ്സ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഹാൻഡ് ബാഗ്. അപ്പം അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ബാഗുണ്ട്. ഏട്ടനെയും കുട്ടിയും കൂടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. നമ്മളെ കയറ്റി വിട്ടിട്ട് ഏട്ടൻ അങ്ങോട്ട് പോകും. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞാൽ വരും. അല്ല കേട്ടോ, 5 ദിവസം കഴിഞ്ഞാൽ വരും. ഹായ് ഡുഡി, വാട്സ്ആപ്പ്. നിവർത്തി പിടിക്കടാ. പേഷ്യൻസിന്റെ ഒന്നും പറയാറില്ല. Patience is always rewarded. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് ഏട്ടൻ തിരിച്ചു തരികയാണ്. ഞങ്ങൾ തന്നെ പോവുകയാണെങ്കിലും ഇങ്ങനെ കയറുന്ന ട്രെയിനാണെങ്കിൽ, അതായത് അവിടെ തന്നെ നിർത്തിയിട്ട് ഞങ്ങൾ കയറുന്ന ട്രെയിനാണെങ്കിൽ ഏട്ടെല്ലാം വിരിച്ചിട്ട് തന്ന് നല്ല സെറ്റപ്പ് ആക്കിയിട്ടാണ് പോവുക. ഞാൻ വിരിക്കണത് ചാകെ കറപറാന്നുണ്ടാവും. അതല്ലെങ്കിൽ തന്നെ മാക്സിമം ഏട്ടൻ കയറി സാധനങ്ങൾ വെച്ച് തരാൻ നോക്കൂ കേട്ടോ. കാരണം കുറച്ച് ലഗേജ് ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പാടാൻ. ഞാൻ പറഞ്ഞില്ല, അമ്മ ഉണ്ണിയുടെ അടുത്തേക്കാണ് പോണേ. അപ്പോൾ അമ്മ കുറച്ച് നാൾ ഇനി ഉണ്ണിയുടെ അടുത്താണ് നിൽക്കണത് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് നമ്മൾ കമ്പിളി പുതപ്പ് വിരിക്കുന്നു, പിന്നെ ഷീറ്റ് വിരിക്കുന്നു. ഏട്ടൻ അങ്ങനെ എല്ലാം ഭയങ്കര കൃത്യമായിട്ട് ഭയങ്കര നീറ്റായിട്ട് വിരിച്ച് അങ്ങനെ സെറ്റാക്കിയാലേ ഒരു സമാധാനമുള്ളൂ. അപ്പോൾ ഏട്ടൻ ഇനി എന്തായാലും പുറത്തിറങ്ങി നിൽക്കാം. അപ്പോൾ നമ്മൾ ട്രെയിനിൽ എല്ലാം വെച്ചു കേട്ടോ, ലഗേജ് വെച്ച് ഏട്ടൻ യാത്രയാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പം ലേറ്റ് ഉണ്ടാവില്ല, 7:30 ട്രെയിൻ. 2 ബസ്സിലേറില്ലേ? വന്നിട്ടാ എല്ലാം അവിടത്തെ പോലെ വരാണ്ടിരിക്കരുത്. അങ്ങനെയല്ല, ചിലതവിടെ ഒന്നിലേക്ക് ഞാൻ തന്നെ അല്ലെങ്കിൽ ഞാൻ ഈ മോശം കൂടിയാണല്ലോ പോവാറ്. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് തവണ തരാട്ടോ. അങ്ങോട്ടേക്ക് സമയത്ത് വന്നു അല്ലേ? പെട്ടെന്ന് പോയി. ഇങ്ങനെ ഇവിടെ നല്ല ചൂടാവൂലേ? ഞാൻ കൊച്ചി പോയിട്ട് ആ പുക ശ്വസിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. ഒക്കെ മാറിയിട്ടുണ്ടാവും തോന്നുന്നുണ്ടല്ലേ? ഞാൻ ഇവിടെ ഗോവയിൽ ശുദ്ധമായി ശ്വസിക്കുന്നതായിരുന്നു. ഇങ്ങോട്ടേക്ക് വരട്ടോ. ട്രെയിനിൽ കയറി അപ്പം തന്നെ നമുക്ക് വിശപ്പ് തുടങ്ങിട്ടോ. അപ്പോൾ ഏട്ടനോടെ നിൽക്കുന്നുണ്ട്, ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഓറഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. ഓറഞ്ച്. അപ്പോൾ ട്രെയിൻ നീങ്ങിയതായിട്ട് പോയിട്ട് മെസ്സേജ് വെച്ചിരിക്കുക.
കുഞ്ഞെന്താ അയച്ചേ ഇമ്മക്കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് ഫോം മേടിച്ചിട്ട് ഏട്ടാ പൊയ്ക്കോളൂ എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചിരിക്കും. ഏട്ടാ ഇതിലിപ്പോൾ ശരി കിട്ടോന്ന്. അപ്പോൾ എണ്ണുണ്ടല്ലോ കുറേ മിഠായി, കുറേ ഇല്ല കേട്ടോ, കുറച്ചുണ്ട് മിഠായി. പിന്നെ ഫ്രൂട്ട്സ് ആണ് കുറേ. ഓറഞ്ചും പിന്നെ ബനാനയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചെറുപഴയില്ലേ, എനിക്കിഷ്ടം കദളിപ്പഴം, നല്ല ഇഷ്ടം എനിക്ക്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കഴിക്കാൻ ട്രെയിനിലല്ലേ. എന്തായാലും ഇമ്മക്കുട്ടി 8 മണിയാകുമ്പോൾ ഉറങ്ങണ്ട. അപ്പോൾ 7 ഈ സമയം 7:45. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടെ. ഇത് ജാഗരി മിഠായിയാണ്, എന്നുവെച്ചാൽ ശർക്കര കൊണ്ടുള്ള മിഠായിയാണ് വിത്ത് ബ്ലൂബെറി. ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ജാഗരി ബ്ലൂബെറി ടേസ്റ്റ് ചെയ്താൽ മതി കേട്ടോ, ഫുള്ളെടുത്ത് കഴിക്കും. Much better. इतनी सी हंसी, इतनी सी खुशी, इतना सा टुकड़ा चांद का, कामुगे दिन हो से चल बना ए आशिया. इतनी सी हंसी, इतनी सी खुशी, इतना सा टुकड़ा चांद का, कामुगे दिन हो से चल बनाए आशिया. दमे दमे पाँव से खाली जिंदगी, ऑटो पे कुंडी चढ़ा के हम ताले लगाते चम. गुमसुम दरा है चुप के गाई यानी यानी बात ने. आजा दिल की ये ज़मीर अपनाए आशिया. इतनी सी हंसी, इतनी सी खुशी, इतना सा टुकड़ा चांद का, कामुगे दिन हो से चल बनाए आशिया. दमे दमे पाँव से आए हले हले जिंदगी, ऑटो पे कुंडी चढ़ा के हम ताले लगाते जा. गुमसुम रहा है चुप के गाई यानी यानी बात में. आजा दिल की है ज़मीन. ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ശർക്കര വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കഴിക്കുന്നത്. ശർക്കര പോലെ സാധാരണ മിഠായി പോലെ തന്നെയല്ലേ. അങ്ങനെ ഇമ്മക്കുട്ടി ഉറങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്, നമ്മുടെ വിഷു സീരീസ് നടന്നുകൊണ്ടിരിക്കില്ല. അപ്പോൾ ഞാൻ 2 വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളത് ലാപ്ടോപ്പിലാക്കി വെച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു വീഡിയോ ഓൾമോസ്റ്റ് എഡിറ്റ് ചെയ്ത് തീരാറായിട്ടുണ്ട്. എന്നിട്ട് ഒരെണ്ണം കൂടി എഡിറ്റ് ചെയ്തതിന് ശേഷം കിടക്കാച്ചിട്ടാണ്. പിന്നെ നാളെ രാവിലെ നമുക്ക് നേരത്തെ എത്തണം. ഷൊർണൂർ ഒരു 5-5:30 ആകുമ്പോൾ എത്തും. അപ്പോൾ അച്ഛനും അമ്മയും വരും. അപ്പോൾ ഇമ്മക്കുട്ടീനെ അച്ഛനും അമ്മയുടെ അടുത്ത് ആക്കണം. ഇമ്മക്കുട്ടി ഹാപ്പിയാണ്, കാരണം 2 ദിവസം മാത്രമല്ലേ മാറിയിട്ടുള്ളൂ. 3-ാമത്തെ 4-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഞാൻ എത്തുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പാലക്കാട് ഇറങ്ങാണ്. ഇന്നലെ നമ്മൾ മേടിച്ച സ്വീറ്റ്സാണ്, അവിടെ പോയിട്ട് കഴിച്ചോളൂ. ബൈ ബൈ. അപ്പോൾ പെട്ടെന്ന് വരാം കേട്ടോ. അച്ഛനമ്മ ഓൾറെഡി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇമ്മക്കുട്ടി ആക്കി ഞാൻ തിരിച്ചു വന്ന് ഇനി കിടക്കണില്ല കേട്ടോ. ഇനി എനിക്ക് ഫോണിൽ കുറച്ച് ജോലി ചെയ്യാനുണ്ട്, ചില ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് ഇരിക്കുമ്പോഴേക്കും നമ്മൾ തൃശ്ശൂരെത്തും. ഞാൻ തൃശ്ശൂരിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. അതെടുത്തിട്ട് വേണം എനിക്ക് പിന്നെ കൊച്ചിയിൽ പോകാനായിട്ട്. ഞാൻ പിന്നെ കൊച്ചിയിൽ നിന്ന് നേരിട്ട് പിന്നെ പാലക്കാട്ടേക്കാണ് പോണത്. അവിടേക്ക് ഏട്ടൻ വരും കേട്ടോ. അതാണ് നമ്മുടെ പ്ലാൻ. വളരെ സിമ്പിളായിട്ടുള്ള യാത്രയാണ്. പെട്ടിയുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. നമുക്ക് ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബാക്കി പരിപാടികളൊക്കെ നോക്കട്ടെ. ലവ് യു ഓൾസോ സോ മച്ച്. ബൈ, ടേക്ക് കെയർ, ബൈ, ലവ് യു.